പഴയ കാലം എന്നല്ല. എനിക്കങ്ങനെ എൻ്റെ വീട്ടിൽ അച്ഛനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ അല്ലെങ്കിൽ ചേട്ടനെയോ ആരാണെങ്കിലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും തെറി വിളിച്ച് മലരേന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയും വീട്ടിൽ അച്ഛനെ വിളിക്കുന്നതായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ PCOD ഉള്ള ആളാണ്. PCOD അറിയാലോ, സ്ട്രെസ്സ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സിംറ്റം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിങ് ആയിട്ട് നിൽക്കാതെ ബ്ലീഡിങ് ഉള്ള സമയത്ത് ഞാൻ ഓടിക്കൊണ്ടിരുന്നു നട്ടപ്പൊരിഞ്ഞ വെയിലത്ത്. കാറ് ഒന്നുമില്ല, വണ്ടികളുണ്ട് പക്ഷെ ഓടിക്കാൻ ആളില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എല്ലാം മറന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ PCOD ഒന്നും ഒരിക്കലും സ്കാനിങ്ങിനും എല്ലാത്തിനും എൻ്റെ കൂടെ വരുന്ന ആൾ തന്നെയാണ് ചേട്ടൻ. പിന്നെ പറയുകയാണെങ്കിൽ അതിൽ ഒന്ന് രണ്ട് വാക്കുകളുണ്ട്, കരിങ്കോഴികളുമായിട്ട് അങ്ങനെ ഒരു സാധനമാണ്. കരിങ്കോഴികളുണ്ട് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാലിക്കറ്റിലുണ്ടായിരുന്ന ഒരു സ്ത്രീ 6 മാസമുള്ള കുട്ടീനെ കടലിൽ എറിഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അവരെ കണ്ടാണോ പഠിക്കേണ്ടത് അതോ മഞ്ജു വാര്യരെ കണ്ടിട്ടാണോ? അല്ല, പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട സമയത്ത് പറഞ്ഞ ഈ വീഡിയോ ഞാൻ പല ഇന്റർവ്യൂസിലും ചേച്ചി ഈ ഒരു ഡയലോഗ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് പെൺകുട്ടികൾ കുറെ ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. സെയിം പെൺകുട്ടികൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്, നമ്മളത് അംഗീകരിക്കില്ല. പക്ഷെ സെയിം ടൈം ഇതുപോലെ ചെയ്യുന്ന കുറെ ആണുങ്ങളും ഉണ്ട്. പറയുന്നത് എന്താ വെച്ചാൽ 100 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ 30 സ്ത്രീകൾ എന്തായാലും ഇങ്ങനെ ഫ്രോഡുകളായിട്ടുണ്ട്.